നെഞ്ചിനകത്തും വയറിനകത്തും ചെയ്യേണ്ട ശസ്ത്രക്രിയകൾക്ക് നമുക്കിന്ന് ഒരുപാട് രീതികൾ അവൈലബിൾ ആണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ശസ്ത്രക്രിയ കൂടാതെ കീഹോൾ ശസ്ത്രക്രിയ, അതിൽ തന്നെ നമുക്ക് 2 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പി, 3 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പി, പിന്നെ റോബോട്ടിക് സർജറി എന്നിങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 3 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നമുക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് 3D ലാപ്രോസ്കോപ്പി അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് എത്രത്തോളം സർജിക്കലി ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് നമ്മുടെ കൺവെൻഷണൽ ലാപ്രോസ്കോപ്പിയിൽ നിന്ന്? സാധാരണയായി നമ്മൾ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതൊരു 2D ലാപ്രോസ്കോപ്പിയാണ്, 2 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പി. പേര് പറയുന്നത് പോലെ തന്നെ ആന്തരിക അവയവങ്ങൾ കാണുന്നത് 2 ഡയമെൻഷനിലാണ്. അതിൻ്റെ ഒരു ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ആഴം അഥവാ ഡെപ്ത് പെർസെപ്ഷൻ നമുക്ക് കൺവെൻഷണൽ 2D ലാപ്രോസ്കോപ്പിയിലില്ല. അപ്പോൾ നമ്മളുടെ ഒരു അസംഷൻ വെച്ചിട്ടാണ് ഒരു അവയവം ഇത്ര ദൂരത്തിലാണ് എന്ന് നമ്മുടെ ഒരു വിഷ്വൽ അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ 3D ലാപ്രോസ്കോപ്പിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഡെപ്ത് പെർസെപ്ഷൻ കൂടെ സാധ്യമാണ്. അതുകൊണ്ട് നാച്ചുറലി നമ്മൾ വസ്തുക്കൾ എങ്ങനെയാണോ കാണുന്നത്, അപ്പോൾ നമുക്ക് വസ്തുക്കളെ കൃത്യമായിട്ട് എത്ര ദൂരത്തിലാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നമ്മളുടെ കൈയെത്തിക്കാനും എടുക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു എബിലിറ്റി നമ്മൾ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിലേക്ക് കൊണ്ടുവരികയാണ് 3D ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. അപ്പം ഈ ചെറിയ അവയവങ്ങളെ, മൂത്രനാളം, ചെറിയ രക്തക്കൊഴലുകൾ തുടങ്ങിയവയെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുക വഴി നമ്മുടെ ശസ്ത്രക്രിയ കുറേയും കൂടെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഈ അവയവങ്ങൾ കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ ശസ്ത്രക്രിയ കുറച്ചുകൂടെ വേഗത്തിൽ നിർവഹിക്കാനും നമുക്ക് സാധിക്കും. രക്തക്കൊഴലുകളോ അല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗങ്ങളോ കൂട്ടി യോജിപ്പിക്കേണ്ടി വരുന്ന സമയങ്ങളിലും ഈ 3D ലാപ്രോസ്കോപ്പി വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പിക്ക് എന്തെങ്കിലും അഡീഷണൽ ചാർജസ് ഉണ്ടോ? പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കൂടുതൽ ചിലവ് ഉണ്ടാവുന്നുണ്ടോ? 2D ലാപ്രോസ്കോപ്പിയിൽ നിന്ന് 3D ലാപ്രോസ്കോപ്പിലേക്ക് പോകുമ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ചിലവ് വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ 3 ഡയമെൻഷണൽ ലാപ്രോസ്കോപ്പിയെ പറ്റി ഇത്രയും ഇൻഫോർമേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് നന്ദി.